രാജ്യത്ത് പുതുവത്സരാഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിന് സാധ്യത. IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിലും ജമ്മുകാശ്മീരിലും സുരക്ഷ ശക്തമാക്കി. ജെയ്ഷെ മുഹമ്മദും പാക് ചാരസംഘടനയായ ISIയും ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തി. ഡൽഹി, മുംബൈ, ബംഗളൂരു ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, എന്താണ് IB റിപ്പോർട്ട്? വിശദാംശങ്ങൾ. പുതുവത്സരാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ഒപ്പം പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസി ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. കൂടാതെ ജമ്മു കാശ്മീരിലും പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഗൂഢാലോചന പ്രകാരം അതിർത്തി വഴി ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ ജമ്മു കാശ്മീരിൽ കൂടാതെ ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പുതുവത്സരാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക സുരക്ഷ, സാധാരണയുള്ളതിൽ കവിഞ്ഞ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണകളിലും ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ IB റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. മുൻപ് നമുക്കറിയാം, പുതുവത്സരാഘോഷം, ദീപാവലി തുടങ്ങി ആഘോഷവേളകളിൽ രാജ്യത്തിനകത്ത് അനിഷ്ട സംഭവങ്ങൾ, ക്രമസമാധാന നില തകർക്കുന്ന സംഭവങ്ങൾ, സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങൾ നടക്കാൻ വലിയ ഗൂഢാലോചന ഭീകര സംഘടനകൾ നടത്തുകയും അത് ഒരു പരിധിവരെ വിജയിക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാണ്. അതിർത്തി മേഖലകളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം സൈന്യവും ഉൾപ്പെടുന്ന സുരക്ഷാ ഏജൻസികളും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. പുതിയ റിപ്പോർട്ട് ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയത് ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാന്റെ ചാര സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് രാജ്യത്തിനകത്ത്, ഭാരതത്തിനകത്ത് സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അതിനായി അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജമ്മു കാശ്മീരിലും ഒപ്പം പ്രധാനപ്പെട്ട നഗരങ്ങളിലും. അനു, ശരി ജിഷ്ണു.